ഹേയ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങൾ 3 പേരും ഇവിടെ നല്ല അടിപൊളിയായിരിക്കുവാണ്. അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ ആ ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ 5th മന്ത് സ്കാനാണ് ഓർ അനോമാലി സ്കാൻ. യുകെയിൽ ഈ സ്കാനിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വാവയുടെ ജെൻഡർ അറിയാനുള്ള ഒരു ചോയ്സ് കൂടി ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു സെക്കൻഡ് തോട്ട് ഉണ്ടായതേ ഇല്ല. ഞങ്ങൾക്ക് എന്തായാലും അറിയണമെന്നായിരുന്നേ. അപ്പോൾ നല്ല സണ്ണി വെതറുള്ളൊരു ഡേ ആയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മറക്കാതെ എടുക്കാനായിട്ടുള്ളത് എൻ്റെ ഫയൽസും പിന്നെ വെള്ളവും. കാരണം അൾട്രാസൗണ്ട് സ്കാനിന് പോകുമ്പോഴത്തേനും നമ്മൾ ഫുൾ ബ്ലാഡർ ആയിട്ടാണല്ലോ പോകേണ്ടത്. പിന്നെ ഞാൻ ഫുൾ ബ്ലാഡർ ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ വഴിക്ക് വെച്ച് തന്നെ എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടും. അതുകൊണ്ട് ഞാൻ ഓർത്തു വെള്ളം അവിടെ പോയിട്ട് കുടിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ കയ്യിലെടുത്തു. ഇപ്പോൾ 5th മന്തൊക്കെ കഴിയാനായതുകൊണ്ട് എനിക്ക് അത്യാവശ്യം വയറൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ വീട്ടുകാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങാറ്. പക്ഷേ ഇന്ന് അതിനുള്ള ടൈം ഉണ്ടായില്ല. കാരണം ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്. ഞങ്ങൾക്ക് ഇച്ചിരി പെട്രോൾ അടിക്കണം, പിന്നെ കാറ് കഴുകണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പ്ലാൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാറ് കഴുകാനായിട്ട് ചെന്നപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. സോ ഞങ്ങൾ ആ പ്ലാൻ ക്യാൻസൽ ചെയ്തു. പിന്നെ വീട്ടിലൊക്കെ വിളിച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തിയത്. അപ്പം ഞങ്ങൾ 1 മണിക്കൂർ മുന്നേ എത്തി. പിന്നെ ഇവിടെ നമുക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ അയക്കുമ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ അയക്കുമ്പോൾ അവരെപ്പോഴും പറയാറുള്ളതാണ് 45 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ നേരത്തെ എത്തണം, കാരണം പാർക്കിംഗ് കിട്ടില്ല. സോ നിങ്ങളൊരു 45 മിനിറ്റ്സ് എങ്കിലും നേരത്തെ എത്തണം എന്ന് എപ്പോഴും അവർ മെൻഷൻ ചെയ്യാറുള്ളതാണ്. പക്ഷേ എന്തോ ദൈവഭാഗ്യത്തിന് ഇത്തവണ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പാർക്കിംഗ് കിട്ടി. ഒത്തിരി കിടന്ന് ചുറ്റേണ്ടി ഒന്നും വന്നില്ല, പെട്ടെന്ന് തന്നെ പാർക്കിംഗ് കിട്ടി. അതെല്ലേലും അങ്ങനെയാണല്ലോ, നമുക്ക് ഒരുപാട് സമയമുള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് പാർക്കിംഗ് കിട്ടും. എന്നാൽ സമയം അറ്റപ്പറ്റി ചെല്ലുമ്പോഴത്തേനും ഞങ്ങൾക്ക് ഒരിക്കലും പെട്ടെന്ന് കിട്ടാറില്ല. എപ്പോഴും ലിനു എന്നെ ഇറക്കി വിട്ടിട്ട് ഞാൻ ആദ്യമേ നേരത്തെ ചെല്ലും. അപ്പോയിൻമെൻറ്റ് ഡിലേ ആയാലും ഇവരത് ക്യാൻസൽ ചെയ്യും. സോ പാർക്കിംഗ് ലിനു തെണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരെ പോയി സ്കാനിങ് അറ്റൻഡ് ചെയ്യാറാണ് പതിവ് എപ്പോഴും. പക്ഷേ ഇത്തവണ ഞങ്ങൾക്ക് 1 മണിക്കൂർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം തന്നെ പാർക്കിംഗ് കിട്ടി. ഞങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അടുത്തുള്ളവരൊക്കെ കാർ എടുത്തിട്ട് പോവുമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം കാറിനകത്ത് തന്നെ ഇരുന്നു. കാരണം പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. 3 മണിക്കാണ് ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ്. സമയം 2 മണി ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കാറിനകത്തിരുന്ന് കുറച്ച് റീൽസൊക്കെ കണ്ട് കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്തിട്ട് പതുക്കെയാണ് സ്കാനിങ്ങിന് പോയത്. എനിക്കിപ്പോൾ ഇത്തിരി അത്യാവശ്യം വയറൊക്കെ വെച്ച് തുടങ്ങിയപ്പോഴത്തേനും എൻ്റെ കൂടപ്പിറപ്പായ ആസ്മ വീണ്ടും തിരിച്ചു വന്നു. കുറേ നാളായിട്ട് ഇല്ലാതിരുന്നതാണ്, ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ആസ്മയൊക്കെ ഉണ്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ. പിന്നെ ഞങ്ങളിത് ഹോസ്പിറ്റലിൽ പോയി എൻ്റെ ഫയൽസൊക്കെ സബ്മിറ്റ് ചെയ്തു. ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. അതിനിടയിൽ ഞാൻ വെള്ളം കുടിച്ചായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ കുടിച്ച് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ സ്കാനിങ്ങിന് കയറുമ്പോൾ നമുക്ക് ഫോൺസ് അലൗഡ് അല്ല, അവർ ആദ്യമേ പറയും. സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വാവേനെയൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നി വാവേനെ കണ്ടപ്പോൾ. കാരണം എൻ്റെ കുഞ്ഞിങ്ങനെ തുറന്നിരിക്കുക, ഈ തള്ള എനിക്കൊന്നും തരുന്നില്ലല്ലോ എന്ന്. കാരണം ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞിന് വിശന്ന് കിടക്കുവാന്ന് തോന്നുന്നു. അപ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചായിരുന്നു ഇപ്പം അറിയണോ, ജെൻഡർ അറിയണോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞ് അറിയണം, പക്ഷെ ഞങ്ങൾക്ക് എൻവലപ്പിലാക്കി തന്നാൽ മതി. ബിക്കോസ് ഞങ്ങൾക്ക് ഒരു ജെൻഡർ റിവീലിൻ്റെ ഒരു ചെറിയൊരു ഞങ്ങളുടെ സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ ജെൻഡർ റിവീൽ പാർട്ടി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കാനിങ് കഴിഞ്ഞ് ഞാൻ നേരെ ചെന്നത് ടോയ്ലറ്റിലോട്ടാണ്. എനിക്കിനി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, എനിക്കിനി പിടിച്ചു വെക്കാൻ പറ്റത്തില്ല, എനിക്കിനി മൂത്രം ഒഴിച്ചേ പറ്റൂ എന്നുള്ളൊരവസ്ഥയായിരുന്നു. സോ ഞാൻ മൂത്രമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇതും കൊണ്ട് പോകുന്നത് ബസ്സയുടെ അടുത്താണ്. ഈ എൻവലപ്പിന് നേരെ ബസ്സേനെ ഏൽപ്പിക്കണം. ഈ എൻവലപ്പ് കയ്യിലിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ബോംബ് കയ്യിൽ വെച്ചേക്കുന്നൊരു പ്രതീതിയാണ് കേട്ടോ. എനിക്കിത് പൊട്ടിച്ച് ജെൻഡർ ഏതാണെന്ന് നോക്കാനായിട്ടുള്ളൊരു ഭയങ്കര ഒരു ടെംപ്റ്റേഷനാണ്. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങളൊന്ന് കാറൊക്കെ കഴുകാനൊക്കെ പോയി. ഒത്തിരി നാളെ കാറൊക്കെ കഴുകിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊന്ന് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. വീട്ടിൽ പോയപ്പോഴത്തേനും അവിടെ ലിനുവിൻ്റെ ഒരു ലോഡ് ഓർഡേഴ്സ് വന്ന് കിടപ്പുണ്ടായിരുന്നു. കുറേ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടുപോയി. ഞങ്ങളുടെ ജെൻഡർ റിവീൽ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂംസ് ആയിരുന്നു കേട്ടോ മൊത്തം. അതും അതിൻ്റെ ആക്സസറീസും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ലിനു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഞങ്ങൾക്ക് ബസ്സയുടെ അടുത്തൊന്ന് പോകണം. കാരണം ഈ എൻവലപ്പ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലിനുവിന് എന്നെ തീരെ വിശ്വാസമില്ല, ഞാൻ പൊട്ടിച്ച് നോക്കുമെന്നാണ്. അത് ലിനു അടുത്ത് നേഴ്സിനോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നേഴ്സ് പ്രത്യേകം 4 സ്റ്റേപ്ലറൊക്കെ അടിച്ചാണ് ഞങ്ങൾക്ക് ഈ എൻവലപ്പ് തന്നേക്കുന്നത്. പിന്നെ ഇത് വെറുതെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട, ബസ്സയ്ക്ക് കൊണ്ട് കൊടുത്തേക്കാം ഇപ്പം തന്നെ എന്ന് വിചാരിച്ചു.
പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അതൊരു സ്നിക്കേഴ്സിലൊതുക്കി തൽക്കാലത്തേക്ക് ഞങ്ങളുടെ വിശപ്പിനെ ഒന്ന് പിടിച്ചു നിർത്തി. പിന്നെ ഞങ്ങൾ ബെസയുടെ വർക്ക് പ്ലേസിലെത്തി സാധനം കൈമാറി. അപ്പത്തേനുമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സമാധാനമായത്. പക്ഷെ എൻ്റെ മനസ്സിലൊരു സ്ട്രോങ് ഇൻറ്റ്യൂഷൻ ഉണ്ട് കേട്ടോ, ഇതൊരു ബോയ് ബേബി ആണ് എന്നുള്ളത്. പക്ഷെ എനിക്കറിയത്തില്ല ബോയ് ഓർ ഗേൾ, ബേബി ഹെൽത്തി ആയാൽ മതി എന്നാണെങ്കിലും എനിക്ക് ഒരു ഗേൾ ബേബി വേണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ലിനുവിന് നേരെ മറിച്ച് ബോയ് ബേബി വേണമെന്നാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്ന് അറിയാനായിട്ട് ഞങ്ങൾക്ക് ഇനി ഒരു 4 ആഴ്ചയുടെ കാത്തിരിപ്പും കൂടെ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.